കാലൊക്കെ എടുത്ത് ഡാഷ് ബോർഡിൽ വെച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് വലിയ അപകടങ്ങളുണ്ടാക്കും. കാരണം ഇതിനകത്ത് എയർ ബാഗ് എന്ന് പറയുന്ന 2 സിസ്റ്റം ഉണ്ട്. ഈ എയർ ബാഗ് ബമ്പർ ടു ബമ്പർ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് പെട്ടെന്ന് എക്സ്പ്ലോസ് ചെയ്യും. എയർ ബാഗ് എക്സ്പ്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബലൂൺ വീർക്കുന്ന കണക്കല്ല, വളരെ ഒരു സ്ഫോടനം ഉണ്ടാകുന്ന കണക്കാണ്. ബുമ്മെന്നടിച്ചാണ് അത് നിവർന്ന് വരുന്നത്. ആ നിവർന്ന് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടല്ല ഇരിക്കുന്നെങ്കിൽ നമ്മളെ പ്രോപ്പറായിട്ട് ഇരുത്തി അത് നമ്മുടെ സീറ്റിലേക്ക് നമ്മളെ അമർത്തി ഇരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടല്ല ഇരിക്കുന്നെങ്കിൽ ഈ പെട്ടെന്നുണ്ടാകുന്ന ഈ എയർ ബാഗിൻ്റെ എക്സ്പ്ലോഷനിൽ നമ്മൾ കാലൊക്കെ എടുത്ത് മുകളിലേക്ക് ചിലപ്പോൾ കാലൊക്കെ ഒടിഞ്ഞു പോകാം. അത്ര പവർഫുള്ളാണ് സാധനം. അപ്പം നമ്മൾ കൃത്യമായി സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റോട് ചേർന്നിരിക്കും. നമുക്കൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് എയർ ബാഗ് നിവർന്ന് വന്ന് നമ്മളെ സീറ്റോട് ചേർത്ത് നമുക്ക് മുന്നോട്ട് തെറിച്ച് പോയോ ഒന്നും അപകടം ഉണ്ടാകാതെ കൃത്യമായി ചെയ്യും. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന സാധനം ലോക്കൽ കമ്പനികൾ ഒന്ന് ഉപയോഗിക്കാതിരിക്കുക. കൃത്യമായി ഇത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമാണ്, എൻ്റെ ജീവൻ്റെ വിലയാണ് എന്ന് ചിന്തിച്ച് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായ കമ്പനികളുടെ അതിൽ തന്നെ ഞാൻ പറയുന്നു. ഈ ഹെൽമെറ്റ് എന്ന് പറയുന്ന സാധനം ഈ വഴി സൈഡിൽ നിന്നൊക്കെ വാങ്ങി തലയിൽ വെക്കാതെ നല്ല കമ്പനികളുടെ കൃത്യമായ അതിലെ 2 ഹെൽമെറ്റിനെ കുറിച്ചാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും സംസാരിക്കുന്നത്. ഒന്ന് ഫുൾ ഫേസ് ആയിട്ടുള്ള മൊത്തം ഉള്ള ഹെൽമെറ്റ്, രണ്ടാമത് ഹാഫ് ഫേസിനെ കുറിച്ചും അതിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് ഫുൾ ഫേസാണ്. കാരണം ഹാഫ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താടിയലിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല, അത് നമ്മുടെ തലയ്ക്ക് ഒരു കവചം മാത്രമേ ആകുന്നുള്ളൂ. അത് ലേഡീസൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ നമ്മളൊരു ആക്സിഡൻറ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, നമ്മൾ മുഖം അടിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ താടിയൽ ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്.